ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് സ്പഗതിയാണ്. അതിന് വേണ്ടിയിട്ട് 400 ഗ്രാമിന്റെ ഒരു പാക്കറ്റ് സ്പഗതി ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, 4 ലിറ്റർ വെള്ളം വെട്ടി തിളയ്ക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ടർമറിക് പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 400 ഗ്രാം സ്പഗതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എട്ട് തൊട്ട് 10 മിനിറ്റ് വരെ ഇത് വേവിച്ചെടുക്കാം. സ്പഗതി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സ്പഗതിയിലെ വെള്ളം ഡ്രെയിൻ ചെയ്ത് 2-3 ടൈംസ് ഇത് നന്നായി വാഷ് ചെയ്യാം. സ്പഗതി ഡ്രെയിൻ ചെയ്ത് ഇത് 2-3 പ്രാവശ്യം വാഷ് ചെയ്ത് എടുത്തതാണ്. 1/2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. തമ്മിൽ ഒട്ടാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എല്ലാം നീളത്തിൽ അരിഞ്ഞ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് റെഡ് ക്യാപ്സിക്കം, ഗ്രീൻ ക്യാപ്സിക്കം, ക്യാരറ്റ്, ബ്രൊക്കോളി, ക്യാബേജ്, ഗാർലിക്, ലീക്സ്, സ്പ്രിംഗ് ഒണിയൻ. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ, 1 ടീസ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസാണിത്. ഇത് ഞാൻ തായ് ചില്ലി സോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തായ് ചില്ലി സോസ് ആകുമ്പോൾ അതിന് കുറച്ച് സ്വീറ്റ്നെസ് ഉണ്ടാവും. ആവശ്യത്തിന് ഒലിവ് ഓയിൽ, ബേസിൽ ആൻഡ് തൈമിന്റെ സീസണിങ് പൗഡർ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടാവുമ്പോഴേക്ക് ഇതിലേക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ മതിയോ. ഗാർലിക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് വഴണ്ടാൽ മതിയാവും. ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറച്ച് മാത്രം ഇട്ടാൽ മതിയാവും. കാരണം സോയാ സോസിൽ ഉപ്പുള്ളത് കൊണ്ട് ഉപ്പിടുമ്പോൾ സൂക്ഷിക്കുക. ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സീസണിങ് ബേസിൽ ആൻഡ് തൈം പൗഡർ ഇട്ട് കൊടുക്കാം. ബ്ലാക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഈ സ്പഗതി ഇട്ട് കൊടുക്കാം. ഇനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്ത് ഇതിനി സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പഗതിയാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.